പ്രതിഷേധ മാർച്ചിനിടെ ജനപ്രതിനിധികളായ വനിതകൾക്ക് നേരെ പോലീസിന്റെ ലൈംഗിക അതിക്രമ ശ്രമം. തിരുവനന്തപുരം നെട്ടയത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മഹിളകളുടെ മാർച്ചിനിടെയാണ് സംഭവം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആസൂത്രിതമായ നീക്കമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ് പ്രതികരിച്ചു. തിരുവനന്തപുരം നെട്ടയത്ത് BJP RSS പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മഹിളകളുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത്. ഇതിനിടെയാണ് ജനപ്രതിനിധികളായ വനിതകളടക്കമുള്ളവരുടെ ശരീരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കയറിപ്പിടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തത്. പലരുടെയും ശരീരത്തിൽ ആഴത്തിൽ കടിയേറ്റ പാടുകളുമുണ്ട്. പോലീസുകാരന്മാർ ഈ വനിതാ പോലീസിൻ്റെ ഇടയിൽ നിന്നിട്ട് ഞങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് പുറകിൽ നിന്ന് കടിക്കുന്നുണ്ടായിരുന്നു, നുള്ളുന്നുണ്ടായിരുന്നു, ഹെൽമറ്റ് മാറി അടിക്കുന്നുണ്ടായിരുന്നു. പുരുഷ പോലീസുമാർ കയറി നമ്മളെല്ലാത്തേക്ക് ദേഹത്തൊക്കെ കുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. പല കൗൺസിലർമാരുടെയും ശരീരത്തിലൊക്കെ കയറി പിടിച്ച് ആ വിധത്തിലൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ഇന്ന് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 5 കൗൺസിലർമാർക്കാണ് പോലീസ് കയ്യേറ്റത്തിൽ പരിക്കേറ്റത്. വനിതകൾ അണിനിരുന്ന പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ നീക്കം ആസൂത്രിതമാണെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയും ഒരു പുരുഷ പോലീസുകാർക്ക് ഇത്രയും, കാരണം എന്തോ എവിടെ നിന്നോ ഒരു മാർഗനിർദ്ദേശം കിട്ടിയതുപോലെ അവർക്കൊരു നല്ല നിർദ്ദേശം മുകളിൽ നിന്ന് എന്തോ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും മൃഗീയമായിട്ട് ഒരിക്കലും വനിതകളെ ഇങ്ങനെ ഉപദ്രവിക്കില്ല. അപ്പോൾ എല്ലാവരും, കാരണം നിങ്ങൾ ഓരോരുത്തരെയും പരിശോധിച്ചാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ചിലവരുടെ കൈയൊക്കെ തന്നെ പട്ടി കടിച്ച് മുറിക്കാനുള്ള പോലെ മുറിച്ചിട്ടുണ്ട് താഴെയൊക്കെ. അപ്പോൾ അത് കാരണം കടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് തോന്നിപ്പോയി. BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ഹിന്ദു ഐക്യവേദി കേരളം മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ എന്നിവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ജനം, തിരുവനന്തപുരം.